ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ വയ്യാഞ്ഞിട്ടും അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യുവാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന് സച്ചി രേവതിനെ നല്ല വഴക്കൊക്കെ പറഞ്ഞിട്ട് കഞ്ഞിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിലോ വിശന്നിട്ട് അവിടെ ഇങ്ങനെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കഞ്ഞി എടുത്ത് കുടിക്കാനും പറ്റുന്നില്ല. പക്ഷെ നമ്മളുടെ രവിയേട്ടൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? സച്ചി ഉണ്ടാക്കിയ കഞ്ഞി എടുത്തുകൊണ്ട് വന്നിട്ട് അത് കുടിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രമതി അടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ അവിടെ കഴിക്കാതെ? അത് പിന്നെ എന്നെ പട്ടിണി കിട്ടത് രേവതി തന്നെയല്ലേ? ഞാൻ പട്ടിണി കിടക്കണമെന്ന് ആഗ്രഹിച്ചത്. അവൾക്ക് പനിയൊന്നുമില്ല, അവൾ വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോയേക്കുന്നത്, അല്ലാതെ ഹോസ്പിറ്റലിലേക്കൊന്നും പോയതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും സച്ചി എനിക്ക് രേവതിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് നീ കുടിക്കാതൊന്നും ഇരിക്കണ്ട, ചമ്മലൊന്നും വേണ്ട, വേണേൽ പോയി എടുത്ത് കുടിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ സച്ചിയും രേവതിയും കൂടി ഡോക്ടറെയൊക്കെ കാണുന്നുണ്ട്. ഡോക്ടറെ കണ്ടിട്ട് വരുമ്പം സച്ചി പറയുന്നുണ്ട്, നീ ഇനി വീട്ടിൽ പോയിട്ട് നല്ലപോലെ മൂടിപ്പതിച്ച് കിടന്ന് ഉറങ്ങിക്കോണം, അല്ലാതെ അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അല്ല സച്ചി ചേട്ടാ, ഞാൻ ചെയ്തില്ലേ പിന്നെ ആരാ അതവിടെ ചെയ്യുന്നത്? അവർക്ക് വേണമെന്നുണ്ടെങ്കിലേ അവർ തന്നെ വെച്ച് കഴിച്ചോട്ടെ, നീ തന്നെ എല്ലാവർക്കും വെച്ച് വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല. നീ വെക്കുന്നത് അവർ കഴിക്കും, പക്ഷെ നിനക്ക് വയ്യാതാവുമ്പോഴോ അവരാരെങ്കിലും ഉണ്ടോ നിന്നെ നോക്കാനായിട്ട്? ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ ഒന്നും ചെയ്യേണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ വാ ഞാൻ അടപ്പിച്ചോളാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ മകനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കേട്ടോ. ആ കുട്ടിയുടെ കണ്ണിനൊരു പരിക്ക് പറ്റി, കാറിൻ്റെ മുൻപിലെടുത്ത് ചാടിയതെന്നാണ് അമ്മ സച്ചിയെടുത്ത് രേവതിയെടുത്തൊക്കെ പറയുന്നത് കേട്ടോ. അവർ ഓടി ചെല്ലുന്നുണ്ട് ആ സമയത്ത്. എന്നിട്ട് അമ്മയുടെ കൂടെ അത്രയും നേരം സച്ചി രേവതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വിളിച്ച് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇത് കേട്ടിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ ആദ്യം കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ശ്രുതിയെടുത്ത് ഒരു കള്ളമൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കെറ്റിൽ വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്നിട്ട് ശ്രുതിയുടെ അമ്മയടുത്ത് പറയുന്നുണ്ട്, സച്ചിനെ രേവതിനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെ അത് മാറാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇത്രയും നേരം ഇവിടെ നിന്നില്ലേ, അതിനൊത്തിരി നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഇനി ഇവിടെ ഞാൻ മാത്രം മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോഴും സച്ചിയും രേവതിയും ഒന്നും സമ്മതിക്കുന്നില്ല. ഇല്ല, ആൻറ്റി മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾ അവനെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ ഇവിടെ നിൽക്കാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.